ഒരു ടിപ്പിലോട്ട് കിടക്കാം. എന്ന് വെച്ചാൽ സൂചിയിൽ നൂല് കോർക്കുന്നത് വളരെ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പം ചെറിയ സൂചിയിൽ നൂല് കോർക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വലിയ സൂചിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഏത് രീതിയിൽ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ സൂചിയിൽ നൂല് കോർക്കണമെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം പേപ്പർ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മൂലഭാഗമായിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഇതേപോലെ നല്ല രീതിയിൽ മൂല നല്ല കൂർത്തിരിക്കുന്ന രീതിയിൽ ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇതേപോലെ നമുക്ക് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് നൂലിട്ട് കൊടുക്കുക. ആ മൂലഭാഗം നല്ല രീതിയിൽ കണ്ടോ കൂർത്തിരിക്കണം. അപ്പം എത്ര കണ്ണ് കാണാത്തവർക്കാണേലും അതേപോലെ കുട്ടികളുടെ കയ്യിൽ നമ്മൾ സൂചിയിൽ നൂല് കോർക്കാൻ കൊടുത്താലും അവർക്ക് ഈസി ആയിട്ട് ഈ രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ കോർത്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെപ്പോഴും സൂചിയിൽ നൂല് കോർക്കുന്നതിന് മുമ്പായിട്ട് ആ നൂലിൻ്റെ അറ്റ ഭാഗം ഒന്ന് മുറിച്ച് കളയുക. അപ്പോൾ ഒന്നുകൂടെ ഈസി ആയിരിക്കും. എന്നിട്ട് നമ്മൾ ആ കൂർത്ത ഭാഗത്ത് അതിൻ്റെ ആ തുമ്പ് ഭാഗം വെച്ച് കൊടുത്തതിന് ശേഷം പേപ്പർ ഒന്ന് മടക്കുക. എന്നിട്ട് നമുക്ക് സൂചിയിൽ കോർത്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നൂലിൻ്റെ എൻ്റെ ഭാഗം ആ കൂർത്ത ഭാഗത്തോട്ട് പേപ്പറിൻ്റെ കൂർത്ത ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്ക് സൂചിയിൽ ദ്വാരത്തിനകത്തോട്ട് കയറി കൊടുക്കാം. അപ്പോൾ ചെറിയ സൂചി ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ കോർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ്. കണ്ടോ? അപ്പോൾ ആ കടലാസിൻ്റെ തുമ്പ് ഭാഗം സൂചിയിൽ ദ്വാരത്തിൽ കയറുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് തന്നെ കൈ കൊണ്ടൊന്ന് വലിച്ചെടുക്കുക. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്ര പ്രായമായവർക്കും സൂചിയിൽ നൂല് കോർത്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരികയാണേ. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് കാണിക്കുകയാണ്. കണ്ടോ? വളരെ ഈസി ആയിട്ട് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വെള്ള നൂലായതുകൊണ്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വെള്ള നൂല് കോർത്തെടുത്തത്. എന്നിട്ട് നമുക്ക് ആ പേപ്പർ അങ്ങ് കീറിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ കണ്ടോ? എന്നിട്ട് നമ്മളിപ്പം സൂചിയിൽ നൂലൊക്കെ കോർത്ത് വെച്ചതിന് ശേഷം നമുക്ക് നൂല് എങ്ങനെ ചുറ്റിയെടുക്കാമെന്ന് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ സൂചി കുത്തിയതിന് ശേഷം ആ നൂലിൻ്റെ എൻഡ് ഭാഗം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഞാൻ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് 2 ഭാഗം ഒന്ന് കീറി കൊടുക്കുക, ബ്ലേഡ് വെച്ചോ അതല്ലെങ്കിൽ ആ കത്തി വെച്ചോ ഇതേപോലെ ഒന്ന് എൻഡ് ഭാഗം ചെറിയ രീതിയിലൊന്ന് വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ 2 ഭാഗം ഒരേ രീതിയിൽ ഇതേപോലെ വെട്ടിട്ട് കൊടുത്തിട്ട് ആ നൂലിൻ്റെ അറ്റ ഭാഗം നമുക്ക് അതിനകത്തോട്ട് കോർത്ത് കൊടുക്കാം. അപ്പോൾ എത്ര നൂല് നമ്മൾ ഇതേപോലെ കൂട്ടിയിട്ടാൽ തന്നെയും കട്ട പിടിക്കാതിരിക്കും. അപ്പം നമുക്ക് ഒന്നിനോടൊന്ന് നൂല് ചുറ്റി കട്ട പിടിക്കുകയോ കുരുങ്ങുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. അപ്പോൾ എത്ര നൂലുണ്ടായാലും ഇതേപോലെ എല്ലാത്തിലും ഒന്ന് വെട്ടിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റേതായ നൂലിൻ്റെ അറ്റം ഭാഗം വെച്ചിട്ട് അതിനകത്തോട്ടൊന്ന് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂല് വാരി കൂട്ടിയിട്ടാൽ തന്നെയും ഒന്നിനോടൊന്ന് കുരുങ്ങുകയോ ഒന്നും ചെയ്യത്തില്ല. ഒരു ടിപ്പിലോട്ട് കിടക്കാം. എന്ന് വെച്ചാൽ സൂചിയിൽ നൂല് കോർക്കുന്നത് വളരെ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പം ചെറിയ സൂചിയിൽ നൂല് കോർക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വലിയ സൂചിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഏത് രീതിയിൽ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ സൂചിയിൽ നൂല് കോർക്കണമെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം പേപ്പർ മാത്രം മതി. എന്നിട്ട്